ഹായ്, എല്ലാവർക്കും സൈലം PSCയുടെ കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, കുറേ ദിവസമായി നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളെല്ലാം നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ ജൂൺ മാസത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ വരുന്ന LD എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് മിക്കവാറും നമ്മളോട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇന്നീ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ 18ാമത് ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാം വോട്ട് ചെയ്തതും കൂടിയാണ് അല്ലേ. 18ാമത് ലോകസഭ ഇലക്ഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. അതിൽ 18ാമത് ലോകസഭ ഇലക്ഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ലോകസഭ ഇലക്ഷൻ ഉണ്ടായിരുന്നത് അല്ലെ. 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ലോകസഭ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് 2024 ഏപ്രിൽ മാസം 19 മുതൽ ജൂൺ 1 വരെ ആയിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ 2024 18ാമത് ലോകസഭാ ഇലക്ഷൻ 7 ഘട്ടങ്ങളിലായിരുന്നു. അതിൽ 2024 ഏപ്രിൽ മാസം 19 തീയതി മുതൽ ജൂൺ മാസം 1 തീയതി വരെയായിരുന്നു എന്ത് ചെയ്യുന്നത്, 18ാമത് ലോകസഭ ഇലക്ഷൻ നടന്നിരുന്നത് അല്ലെ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് ആദ്യ ഘട്ടത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് ആദ്യ ഘട്ടത്തിലായിരുന്നു. 2024 ഏപ്രിൽ മാസം 19 തീയതിയായിരുന്നു. ഇനി PSC നമ്മളോട് ചോദിക്കാം, കേരളത്തിൽ എത്രാമത്തെ പ്രാവശ്യത്തെ ഘട്ടത്തിലായിരുന്നു ഇലക്ഷൻ നടന്നു എന്ന് ചോദിക്കണമെങ്കിൽ 2ാം ഘട്ടത്തിലാണ്. അത് ഏപ്രിൽ മാസം 26 തീയതിയായിരുന്നു നമുക്ക്. അപ്പോൾ ഒന്നിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1ാം ഘട്ടത്തിലായിരുന്നു. അത് 2024 ഏപ്രിൽ മാസം 19 തീയതി. കേരളത്തിൽ എന്നാണ് ഇലക്ഷൻ എന്ന് ചോദിക്കണമെങ്കിൽ അത് 2ാം ഘട്ടത്തിലായിരുന്നു. ഇനി ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് അത് 5ാം ഘട്ടത്തിൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് മെയ് മാസം 20 തീയതിയായിരുന്നു. ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് അത് 5ാം ഘട്ടത്തിലായിരുന്നു. നമുക്കൊന്ന് നോക്കാം. 18ാമത് ലോകസഭയിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് 1ാം ഘട്ടത്തിലായിരുന്നു. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. 102 മണ്ഡലങ്ങളിലാണ് 1ാം ഘട്ടത്തിൽ ഇലക്ഷൻ നടന്നത്. 102 മണ്ഡലങ്ങളിലാണ്. ഇനി കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2ാം ഘട്ടത്തിലായിരുന്നു. കേരളത്തിൽ നടന്നത് 2ാം ഘട്ടത്തിൽ. ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അത് 5ാം ഘട്ടത്തിലായിരുന്നു. അവിടെ 49 മണ്ഡലങ്ങളിലായിരുന്നു 5ാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ നടന്നിരുന്നത്. ഈ 3 കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇപ്രാവശ്യത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്നായിരുന്നു 18ാമത് ലോക്സഭ ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂൺ മാസം 4 തീയതിയായിരുന്നു അല്ലെ. ജൂൺ മാസം 4 തീയതി അതിന്റെ ഫലപ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ മാസം 9 തീയതിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. അങ്ങനെ മന്ത്രിമാരെല്ലാം അധികാരത്തിൽ ഏൽക്കുകയാണ് അല്ലെ. നമുക്കറിയാം ലോകസഭാ സീറ്റുകൾ 543 ലോകസഭാ സീറ്റുകളുണ്ട്. ഇന്ത്യയിൽ 543 ലോകസഭാ സീറ്റുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ NDA സഖ്യം എന്ന് പറയുന്നത് അല്ലെ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ NDA സഖ്യമാണ് നിലവിൽ അധികാരത്തിൽ. NDA സഖ്യമാണ്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് NDA സഖ്യം. പ്രസലി അവർക്ക് 293 സീറ്റുകളാണ്. ഇത് മാറിയും മറിഞ്ഞും 292, 293 കൂടിയെന്നും വരാം. ഓക്കെ, മറ്റ് അതർ പാർട്ടികളിൽ നിന്നും ഇങ്ങോട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ചിലപ്പോൾ വരാം. അതുകൊണ്ട് കൂടിയും നിൽക്കാം എന്നുള്ളതാണ്. മറ്റ് എതിർകക്ഷി എന്ന് പറയുന്നത് അല്ല, ഇന്ത്യ മുന്നണിയായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം 18ാമത് ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർട്ടിയും കൂടിയായിരുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടി. ഒരുപക്ഷെ നമ്മളോട് PSC എന്ത് ചെയ്യാം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടിയുടെ പൂർണ്ണ രൂപം നമ്മളോട് ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ രൂപം നമ്മളോട് ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ രൂപം. എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റു പാർട്ടിക്കാർക്ക് 16 സീറ്റുകൾ കിട്ടിയിരിക്കുകയാണ് അല്ലെ. ആകെ 543 ലോകസഭാ സീറ്റുകളാണ്. എന്നാണ് ഫലപ്രഖ്യാപനം എന്ന് ചോദിക്കണമെങ്കിൽ അത് ജൂൺ മാസം 4 തീയതിയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് എന്നായിരുന്നു, ജൂൺ മാസം 9 തീയതിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, സംവരണമില്ലാത്ത സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരെന്നാണ് അല്ലെ. ആദിവാസി നമുക്കറിയാം ലോകസഭാ മണ്ഡലങ്ങളിൽ മിക്കവാറും സംവരണ സീറ്റുകളായിരിക്കും അനുവദിച്ചു നൽകിയിരിക്കുന്നത്. അപ്പൊ സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്നും വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയങ്ക ജാർക്കിഹോളയാണ്. പ്രിയങ്ക ജാർക്കിഹോള കർണാടകയിലെ ചിക്കോടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിരിക്കുന്നത്.
ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കുന്നു. സംവരണമില്ലാത്ത സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആര് തന്നെയാണ്? പ്രിയങ്ക ജാർക്കിഹോളയാണ്. കർണാടകയിലെ ചിക്കോടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് പ്രിയങ്ക ജാർക്കിഹോള വിജയിച്ചിരിക്കുന്നത്. ഈ 18ാമത് ലോകസഭ ഇലക്ഷനിൽ ഏകപക്ഷീയമായിട്ട് വിജയിച്ച വ്യക്തി ആരെന്നാണ്? 18ാമത് ലോകസഭാ ഇലക്ഷനിൽ ഏകപക്ഷീയമായിട്ട് വിജയിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മുകേഷ് ദലാലാണ്. മുകേഷ് ദലാൽ ഏകപക്ഷീയമായിട്ട് വിജയിക്കുന്നു എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിനെതിരെ ഓപ്പോസിറ്റിൽ നിന്ന് മത്സരിച്ച വ്യക്തി അദ്ദേഹം നോമിനേഷൻ കൊടുത്തതിൽ തെറ്റായ വിവരം രേഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? മത്സരിക്കാൻ അനുവദിച്ചില്ല കമ്മീഷൻ. അങ്ങനെ ഏകപക്ഷീയമായിട്ട് വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് മുകേഷ് ദലാലാണ്. മുകേഷ് ദലാൽ ഏത് സംസ്ഥാനം? ഗുജറാത്തിലെ സൂരജ് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് മുകേഷ് ദലാൽ വിജയിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തില് ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ രവീന്ദ്ര ദത്താറാം വൈക്കറാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് രവീന്ദ്ര ദത്താറാം വൈക്കറാണ്. നോർത്ത് വെസ്റ്റ് മുംബൈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് രവീന്ദ്ര ദത്താറാം വൈക്കർ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇനി എന്നാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ശങ്കർ ലാൽ വാനിയാണ്. ഇൻഡോർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശങ്കർ ലാൽ വാനി 11.75 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, മെഗാഭൂരിപക്ഷത്തിലാണ് ആര് ജയിച്ചിരിക്കുന്നത്? ശങ്കർ ലാൽ വാനി ജയിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് നിന്ന കാൻഡിഡേറ്റ് എന്ത് ചെയ്യാണ്? അവസാന നിമിഷം ഇവരുടെ പാർട്ടിയിലോട്ട് ജോയിന്റ് ആവുകയാണ്. അവിടെ രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നത് നോട്ട എന്ന് പറയുന്നതിനാണ്. നോട്ടയ്ക്കാണ് രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ശങ്കർ ലാൽ വാനിയാണ്. ഇൻഡോറിൽ നിന്നും 11.75 ലക്ഷം. കുറവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് രവീന്ദ്ര ദത്താറാം വൈക്കറാണ്. 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രവീന്ദ്ര ദത്താറാം വൈക്കർ എന്ത് ചെയ്യുന്നത്? മത്സരിച്ച് വിജയിച്ചത്. ഇനി 3 പ്രധാന കാര്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് എവിടെ? ഇത് കറണ്ട് അഫയറിൽ തന്നെ നമ്മളോട് ചോദിക്കണമെന്നില്ല. കാര്യം 18ാമത് ലോകസഭാ ഇലക്ഷൻ നടന്നു. ഞാൻ പറഞ്ഞായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ എവിടെയാണ്? താഷിഗാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ താഷിഗാങ്ങിലും. എന്നാൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഒരു വോട്ടർക്ക് മാത്രമുള്ള ഇന്ത്യയിലെ പോളിംഗ് സ്റ്റേഷനുള്ള സംസ്ഥാനം എവിടെയെന്നാണ്. ഒരു വോട്ടർക്ക് മാത്രമുള്ള ഇന്ത്യയിലെ പോളിംഗ് സ്റ്റേഷനുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്തിലെ ഗീറിലാണ്. അല്ലെ? കാര്യം ഇലക്ഷൻ നമുക്ക് ഓരോ വോട്ടും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ വോട്ടും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതും കൂടിയാണ്. ഒരാൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് എന്ത് ചെയ്യാണ്? പോളിംഗ് സ്റ്റേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ഗീറിലാണത്. അപ്പോൾ ഒരു വോട്ടർക്ക് മാത്രമുള്ള ഇന്ത്യയിലെ പോളിംഗ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് സംസ്ഥാനമാണ്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗീറിലാണ്. ഇപ്രാവശ്യം നമ്മളോട് ഒരുപക്ഷെ PS ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. 18ാമത് ലോകസഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം. നമുക്ക് സംശയം തോന്നാം, ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം വോട്ട് രേഖപ്പെടുത്തിയില്ല. പക്ഷേ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം എന്ന് പറയുന്ന ഈ ഷാംപെയിൻ ഗോത്ര വിഭാഗക്കാർ ആദ്യമായിട്ടാണ് ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ 18ാമത് ലോകസഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏതായിരുന്നു? ആദ്യമായിട്ട് ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം എന്ത് ചെയ്യാണ്? 18ാമത് ലോകസഭയിൽ എന്ത് ചെയ്യാണ്? ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തി. ആ വോട്ട് രേഖപ്പെടുത്തിയ ഗോത്ര വിഭാഗം ഏതാണ്? ഷാംപെയിൻ എന്ന് പറയുന്ന വിഭാഗമാണ്. ഷാംപെയിൻ ഇത് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതും കൂടിയാണ്. ഷാംപെയിൻ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ പ്രവേശിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്നാണ്. നിലവില് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്നാണ്. കേന്ദ്രമന്ത്രിസഭ പഠിക്കും, നമുക്ക് മന്ത്രി പഠിക്കാവുന്നതാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ചോദിക്കുകയാണെങ്കിൽ പുഷ്പേന്ദ്ര സരോജാണ്. 25 വയസ്സുള്ള ഉത്തർപ്രദേശിലെ കൗശാബി മണ്ഡലത്തിൽ നിന്നും സമാജ്വാദി പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്ന പുഷ്പേന്ദ്ര സരോജാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP. 25 വയസ്സേ ഉള്ളൂ. ആലോചിച്ച് നോക്കി, 25ാമത്തെ വയസ്സില് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് MP ആയി.
പുഷ്പേന്ദ്ര സരോജാണ്. കൗശാംബി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. സമാജ്വാദി പാർട്ടിയിലാണ്, അല്ലെ, ഉത്തർപ്രദേശിലെ. എന്നാൽ നിലവിൽ ഏറ്റവും പ്രായം കൂടിയ MP ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഏറ്റവും പ്രായം കൂടിയ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് TR ബാലു ആണ്. TR ബാലു. താളിക്കോട്ടെ രാജുതേവർ ബാലു എന്നറിയപ്പെടുന്ന TR ബാലു. ശ്രീ പെരുമ്പത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് TR ബാലു എന്ത് ചെയ്യുന്നത്, മത്സരിച്ച് വിജയിക്കുന്നത്. തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം, അല്ലെ, ശ്രീ പെരുമ്പത്തൂർ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് രാജീവ് ഗാന്ധി അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, വധിക്കപ്പെടുന്നത്. ശ്രീ പെരുമ്പത്തൂരിൽ വെച്ചാണ്. DMKയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, DMKയുടെ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു TR ബാലു എന്ന് പറയുന്നത്. 82 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുഷ്പേന്ദ്ര സരോജും. ഇനി പ്രായം കൂടിയ MP ചോദിക്കുകയാണെങ്കിൽ ആരാണ്, അത് TR ബാലുമാണ്. TR ബാലു ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ടാണ്, കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക 2024 ഇന്ത്യയിലെ ആകെ പോളിംഗ് ശതമാനം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ളതാണ്. 2024 ഇന്ത്യയിലെ ആകെ പോളിംഗ് ശതമാനം, ഇന്ത്യയിലെ ആകെ പോളിംഗ് ശതമാനം ചോദിക്കുകയാണെങ്കിൽ അത് 65.79%. ഇന്ത്യയിലെ ആകെ പോളിംഗ് ശതമാനം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 65.79%. ഇനി നമ്മളോട് ചോദിക്കുക കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം എത്രയെന്നായിരിക്കും. കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം ചോദിക്കുകയാണെങ്കിൽ 71.27% കൂടിയാണ്. ഇന്ത്യയിൽ എത്രയായിരുന്നു, 65.79% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 18ാമത് ലോകസഭ 2024 കഴിഞ്ഞ 18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം 71.27% കേരളത്തിൽ നമ്മളോട് ചോദിക്കാം. ഇനി അറിഞ്ഞിരിക്കുക ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം, അല്ലെ. നമുക്ക് 20 ലോകസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 20 ലോകസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ഏതാണ്, വടകര മണ്ഡലമാണ്. വടകര, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ എത്ര രേഖപ്പെടുത്തി, 78.41% രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട അവിടെ 63.37%. അപ്പൊ 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്, വടകരയാണ്. വടകര ഏത് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. എത്ര രേഖപ്പെടുത്തി, 78.41% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറവ് വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, അത് പത്തനംതിട്ടയാണ്. 63.37% എവിടെ രേഖപ്പെടുത്തി, പത്തനംതിട്ടയിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചോദിക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കേരളത്തിലെ മണ്ഡലം ഏതെന്ന് ചോദിക്കാം. 18ാമത് ലോകസഭാ ഇലക്ഷനിൽ, 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ലോകസഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. 14 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. കുറവ് ചോദിക്കുകയാണെങ്കിൽ കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ആലത്തൂരിലാണ്. 5 സ്ഥാനാർത്ഥികളാണ്, അല്ലെ. ആലത്തൂരും മാവേലിക്കരയും നമുക്ക് റിസർവേഷൻ ആണ്. അപ്പൊ കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച് എവിടെയാണ്, അത് ആലത്തൂരിലാണ്. ആലത്തൂർ പാലക്കാട് ജില്ലയിലാണ്. 5 സ്ഥാനാർത്ഥികളും. കൂടുതൽ എവിടെ മത്സരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോട്ടയത്ത് 14 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഈ 18ാമത് ലോകസഭയില് കേരളത്തിൽ മത്സരിച്ച ആകെ സ്ഥാനാർത്ഥികൾ, കേരളത്തില് മത്സരിച്ച ആകെ സ്ഥാനാർത്ഥികൾ 194 പേരാണ്. ആകെ സ്ഥാനാർത്ഥികൾ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്, 194 പേരാണ് ആകെ സ്ഥാനാർത്ഥികൾ. അതിൽ എത്ര വനിതകൾ മത്സരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 25 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കേരളത്തിലെ മണ്ഡലം കോട്ടയമാണ്. കുറവ് ചോദിക്കുകയാണെങ്കിൽ ആലത്തൂരിലാണ്. ആകെ സ്ഥാനാർത്ഥികൾ എത്രയാണ്, 194 സ്ഥാനാർത്ഥികളായിരുന്നു. അതിൽ എത്ര വനിതകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര വനിതകളാണ്, 25 വനിതകളാണ്. 25 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട് അന്ന് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളോട് ഒരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 18ാമത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ INCക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്രയെന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്ഷനിൽ 18 കാണും, ദയവ് ചെയ്ത് അടിക്കരുത്. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെ കിട്ടിയ എത്രയാണ്, എത്ര മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 18 എന്ന് കാണും. എത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു, 18 സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന് കാണും. പക്ഷേ അല്ല, UDFനാണ് എത്ര കിട്ടിയിരിക്കുന്നത്, 18. UDFനാണ്. നമുക്ക് ആ പിക്ചർ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദാ ഈ നോക്കിക്കോളൂ.
18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ INCക്ക് 14 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റുകളാണ് അല്ലെ, മലപ്പുറത്തും പൊന്നാനിയിലും. KCJ കേരള കോൺഗ്രസ് ജെ വിഭാഗത്തിന് 1 കോട്ടയത്ത്. RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി NK പ്രേമചന്ദ്രന് കൊല്ലത്ത് 1 സീറ്റ്. അപ്പൊ INCക്ക് 14, ബാക്കി ഈ ഇരിക്കുന്ന 3 ഘടക കക്ഷികൾക്ക് കൂടി 4 സീറ്റുകൾ. അങ്ങനെ UDFന് എത്ര സീറ്റ് കിട്ടി? 18 സീറ്റുകൾ കിട്ടിയിരിക്കുകയാണ് UDFന്. ഇന്ത്യ മുന്നണിയിൽ ഏത് പാർട്ടിയും കൂടിയുണ്ട്? LDF എന്ന് പറഞ്ഞൊരു പാർട്ടിയും കൂടിയുണ്ട്. 18 + 1 19. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ നിന്നും എത്ര സീറ്റുകൾ കിട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ 19 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു 20 ലോക്സഭാ മണ്ഡലമുണ്ട് കേരളത്തിൽ. അതിലൊന്ന് BJPക്കാണ് അല്ലെ. തൃശ്ശൂരിൽ ആര് ജയിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റുകൾ ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 19 സീറ്റുകളാണ്. UDFന് എത്ര സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്? 18 സീറ്റുകളാണ്. INCക്ക് എത്ര സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്? 14 സീറ്റുകളാണ്. ഈ 3 കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക അല്ലെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റുകൾ ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെ 1 സീറ്റ്, ആലത്തൂരിൽ രാധാകൃഷ്ണൻ വിജയിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 1 സീറ്റ് ലഭിച്ചിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും. കേരള കോൺഗ്രസിന് അല്ലെ ജെ വിഭാഗം കോട്ടയത്ത് നിന്നും 1 സീറ്റ്. ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി ജയിക്കുകയാണ്. പിന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റ് കൊല്ലം NK പ്രേമചന്ദ്രൻ. ഇനി അറിഞ്ഞിരിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആര് എന്നറിഞ്ഞിരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 3.64 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് മത്സരിച്ചത്. ഒന്ന് വയനാട്, മറ്റൊന്ന് ഉത്തർപ്രദേശിൽ എവിടെയാണ്? റായ്ബറേലി അല്ലെ. ഏതാണ് നിലനിർത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് നിലനിർത്തി? ഉത്തർപ്രദേശിലെ റായ്ബറേലി നിലനിർത്തി അല്ലെ. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. 3.64 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അപ്പൊ വയനാട് ഇനിയിപ്പം ഇലക്ഷൻ നടക്കുന്നതായിരിക്കും. എന്നാൽ ഏറ്റവും കുറവ് കേരളത്തിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? അത് അടൂർ പ്രകാശാണ്. 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു. ഏത് മണ്ഡലം? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ് അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഏറ്റവും പ്രായം കൂടിയ MP 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ചോദിക്കുകയാണെങ്കിൽ അത് ET മുഹമ്മദ് ബഷീർ ആണ്. ET മുഹമ്മദ് ബഷീർ 77 വയസ്സായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് ET മുഹമ്മദ് ബഷീർ. എന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹൈബി ഈഡൻ ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈബി ഈഡൻ ആണ്. 40 വയസ്സാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഹൈബി ഈഡൻ ആണ്. അപ്പൊ കൂടുതൽ ഭൂരിപക്ഷമാർക്കായിരുന്നു? രാഹുൽ ഗാന്ധി. കുറവ് ചോദിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനായിരുന്നു. ഏറ്റവും പ്രായം കൂടി MP ചോദിക്കുകയാണെങ്കിൽ ET മുഹമ്മദ് ബഷീറും. പ്രായം കുറഞ്ഞ MP ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഹൈബി ഈഡനുമാണ്. ഹൈബി ഈഡൻ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ തവണ അല്ലെ ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന വ്യക്തി ആര് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് അല്ലെ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8ാമത്തെ പ്രാവശ്യം അദ്ദേഹം MP ആവുകയാണ്. 8ാമത്തെ പ്രാവശ്യം MP ആവുകയാണ്. അപ്പൊ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ. ഇനി ചോദിച്ചാൽ അത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഒന്ന് ഓർത്തു വെച്ചേക്കുക, ചോദിക്കാം. കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഏത് മണ്ഡലം? മാവേലിക്കര മണ്ഡലമാണ് അല്ലെ. മാവേലിക്കരയും ആലത്തൂരും നമുക്ക് റിസർവേഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തി ആരെന്നാണ് അല്ലെ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും
BJP കാൻഡിഡേറ്റ് ആയിട്ട് ആര് മത്സരിച്ച് വിജയിച്ചു? സുരേഷ് ഗോപി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ കേരളത്തിലെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ്. നമുക്ക് 2 കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. കേരളത്തിൽ നിന്നും 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്. അതിലൊന്ന് ജോർജ് കുര്യനും മറ്റൊന്ന് സുരേഷ് ഗോപിയും. ഉറപ്പായിട്ടും VSC ഇവരുടെ ഏതൊക്കെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി സ്ഥാനാർത്ഥികൾ, ഏതൊക്കെയാണ് ഇവരുടെ മന്ത്രിസ്ഥാനങ്ങൾ എന്ന് തീർച്ചയായിട്ടും നമ്മളോട് PSC ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരിൽ ഒന്ന് സുരേഷ് ഗോപിയാണ് അല്ലെ? സുരേഷ് ഗോപി. നമ്മൾ പഠിക്കാം പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം അല്ലെ? സുരേഷ് ഗോപിയാണ് ടൂറിസം കൈകാര്യം ചെയ്യുന്നു, പെട്രോളിയം കൈകാര്യം ചെയ്യുന്നു, പ്രകൃതിവാതകം കൈകാര്യം ചെയ്യുന്നു സുരേഷ് ഗോപി അല്ലെ? നമുക്ക് എവിടെയെങ്കിലും ടൂറിന് പോകണമെങ്കിൽ പ്രകൃതിവാതകങ്ങൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ പെട്രോളിയം ഉപയോഗിക്കുക. പോകാൻ പറ്റിയില്ലെങ്കിൽ ഗോവിന്ദ എന്ന് ചിന്തിച്ച് കളയുക. ഗോവിന്ദ. ടൂറിന് പോകാൻ പറ്റില്ലെങ്കിൽ ഗോവിന്ദ, ഗോപി, ഗോവിന്ദ, ഗോപി. ടൂറിന് പോകാൻ പ്രകൃതിവാതകങ്ങളോ അല്ലെങ്കിൽ പെട്രോളിയമോ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ സുരേഷ് ഗോപി അല്ലെങ്കിൽ സുരേഷ് ഗോപി ടൂറിന് പോവുകയാണ്. പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ പ്രകൃതിവാതകം അടിച്ച് എന്ത് ചെയ്യാണ്? ടൂറിന് പോവുകയാണ്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരിൽ ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് ജോർജ് കുര്യനാണ് അല്ലെ? അദ്ദേഹം മത്സരിച്ച് വിജയിച്ചതല്ല, നേരിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? സഹമന്ത്രി സ്ഥാനാർത്ഥിത്വം നൽകുകയാണ്. ജോർജ് കുര്യൻ അല്ലെ? ജോർജ് കുര്യൻ അല്ലെ? ജോർജ് കുര്യനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജോർജ് കുര്യനാണ് അല്ലെ? ജോർജ് കുര്യൻ ക്രിസ്ത്യാനിയാണ്. സോ നമുക്കൊന്ന് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യമാണ് ക്രൈസ്തവ വിഭാഗം അല്ലെ? അതിൽ കുറെ പേർ ന്യൂനപക്ഷങ്ങളാണ് എന്ന് ചിന്തിക്കുക. കുര്യൻ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതൽ ചെയ്യുന്നത് മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്. ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അത് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഒന്ന് ചിന്തിക്കുക. അപ്പൊ ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ് അല്ലെ? മലയോര മേഖല പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണം കൂടുതലായിരിക്കും അല്ലെ? ക്ഷീരവകുപ്പ് അല്ലെ? പശു, ആട് അല്ലെ? ഇതെല്ലാം ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് ചിന്തിക്കുക. പിന്നെ മത്സ്യബന്ധനം. അപ്പൊ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2 പേരാണ്. ആകെ സഹമന്ത്രിമാർ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് ശേഷം ആകെ സഹമന്ത്രിമാർ 36 പേര് സഹമന്ത്രിമാരാണ്. 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുണ്ട്. അതിൽ 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുണ്ട്. പിന്നെ 31 പ്രധാനമന്ത്രി ഉൾപ്പെടെ 31 ക്യാബിനറ്റ് മന്ത്രിമാര്. മൊത്തം 72 പേരാണ് 18ാമത് ലോകസഭയിലെ മന്ത്രിമാർ. ആകെ 72 പേരാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേന്ദ്ര മന്ത്രിസഭയെ, അവരുടെ ചുമതലകളും മന്ത്രിമാരാരൊക്കെയെന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മെല്ലെ നോക്കാം. അപ്പൊ ഇന്നത്തേക്ക് ഞാനപ്പോ ഒന്ന് മെല്ലെ മൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.